കട്ടായതോ കട്ട് ചെയ്തതോ? കട്ട് ചെയ്താണെന്ന് തോന്നുന്നു. ആ, മോൾ ഉണർന്നു. ഞാൻ അങ്ങോട്ട്. എന്നാലും ആരോടൊരു വാക്കുപോലും പറയാതെ അമ്മ എങ്ങോട്ടാവും ഇറങ്ങിപ്പോയത്? ഞാൻ കിച്ചണിലായിരുന്നു. പ്രതിഭ എന്നോട് പറഞ്ഞത്. ഞാൻ വന്ന് നോക്കുമ്പോഴേക്കും അമ്മ സ്ഥലം വിട്ടു കഴിഞ്ഞു. ഞാൻ എങ്ങോട്ട് പോവാണെന്ന് ചോദിച്ചാ അമ്മ ദേഷ്യപ്പെടും. അതാ ഞാൻ സോനയോട് പറഞ്ഞത്. അതെ, നീ ഒന്നുകൂടി വിളിച്ചു നോക്കിയ സത്യ. ഇനി എടുത്തില്ലെങ്കിൽ നമുക്ക് ഇറങ്ങി അന്വേഷിക്കാം. വാ. ഏട്ടൻ വിളിച്ചിട്ടാണോ അമ്മ ഇവിടുന്ന് പോയത്? ഏട്ടൻ വിളിച്ചിട്ടല്ലടാ, നാട്ടുകാർ വിളിച്ചിട്ടാ ഞാൻ പോയത്. എന്തൊക്കെ ഏട്ട ഈ അമ്മയെ പറയുന്നേ? ഏട്ടൻ ഇവിടുന്ന് അമ്മയെ കിട്ടിയേ? എല്ലാം അമ്മ തന്നെ പറയട്ടെ. ഞാൻ പറഞ്ഞാലേ കൂടിപ്പോവും. അതോടെ ഇവിടെ എല്ലാം തീരും ചെയ്യും. നിക്കടാ അവിടെ. നീ അങ്ങനെ ഹരിച്ചന്ദ്രന്റെ പേരെ കയറിപ്പോയാൽ എങ്ങനെയാടാ? നാട്ടുകാരെല്ലാവരും അറിഞ്ഞു. ഇനി ഇവരായിട്ട് എന്തിനാ അറിയാതിരിക്കുന്നേ? ഇവനുണ്ടല്ലോ, ആരും കാണാതെ അനുപമ്മയുടെ വീട്ടിൽ കയറി ഒളിച്ചു. അവിടെ പലപ്പോഴും പലരും കയറി പോകുന്നത് കണ്ട് അയൽക്കാര് കള്ളനെ പിടിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. അവസാനം കള്ളനെ കൈയോടെ പിടിച്ചപ്പോഴോ ഇന്നത്തെ ജാരൻ ആരായിരുന്നു? അവളുടെ പഴയ ഭർത്താവ് തന്നെ. അമ്മേ, നോണമില്ലടാ നിനക്ക്? നാളെ കോടതിയിൽ വെച്ച് പിരിയാൻ പോകുന്ന ഭാര്യയെ പാത്തും പതുങ്ങിയും കാണാൻ. ഒന്നും നിർത്തുന്നുണ്ടോ നിങ്ങള്? എന്റെ ശവം കണ്ടാലും നിങ്ങൾക്ക് അടങ്ങുന്നുണ്ടെങ്കിൽ പറ. എന്റെ ശവം ഞാൻ നിങ്ങൾക്ക് തിന്നാനായിട്ട് തരാം. പിന്നെ എന്തോന്നു? വേണ്ടടാ, വേണ്ട. നീ എന്നെ തോൽപ്പിക്കാനല്ലേ അവളുടെ വീട്ടിൽ കയറുത്. ഇനി നീ അവളോടൊപ്പം അവിടെ തന്നെ കൂടിക്കോടാ. ഞാൻ ഈ വീട്ടിൽ തന്നെ ഒഴിഞ്ഞു വന്നേക്കടാ. അല്ല പിന്നെ നിങ്ങൾ ആരും ഇവിടുന്ന് എവിടെയും പോകണ്ട. പോകേണ്ടവൻ ഞാനാ. എനിക്കറിയാം എന്താ ചെയ്യേണ്ടെന്ന്. ഞാൻ ഇവിടുന്ന് പോയാലും നിങ്ങൾ പഠിക്കൂ. ഞാൻ പോവാ എന്നേക്കുമായിട്ട്. നിങ്ങൾ അങ്ങനെ പഠിക്കും എല്ലാവരും. ഇന്ദ്രേട്ടാ, ഇടയ്ക്ക് അച്ഛൻ വിളിച്ചത് ഞാൻ കണ്ടില്ലായിരുന്നു. ആ ബഹളത്തിനിടയിലായിരിക്കും അച്ഛന്റെ കോള് വന്നത്. അച്ഛന് ഇവിടുന്ന് ഓടിയെത്താൻ പറ്റാത്തോണ്ടാ മോളെ. അറിയാ അച്ഛാ. അച്ഛൻ വിഷമിക്കണ്ട, ഞാനിപ്പോ ഓക്കെയാ. ഞാൻ ചീരുവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവള് വരുമായിരിക്കും. അച്ഛാ, ആരും വന്നെന്ന് തോന്നുന്നു. ആ, ചീരുവായിരിക്കും. എന്നാലും സൂക്ഷിക്കണം. വന്നത് ആരാണെന്ന് ഉറപ്പിച്ചിട്ടേ വാതിൽ തുറക്കാവൂ. മോനെ ഉറങ്ങിക്കോ. ചീരമ്മ പെട്ടെന്ന് ഇല്ലേ? ആ അച്ഛാ, അത് അവള് തന്നെയാ. ലംബോദരനങ്ങളും ഉണ്ട് കൂടെ. ഇനി അച്ഛൻ സമാധാനത്തോടെ കിടന്നുറങ്ങിക്കോ. ശരി മോളെ. ശരി അച്ഛാ. ചേച്ചി, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ചേച്ചി? എന്താനു, എന്താ സംഭവിച്ചത്? അച്ഛൻ ചീരുവിനെ വിളിച്ച് പറഞ്ഞതുകൊണ്ടാ ഞങ്ങൾ പെട്ടെന്നൊരു വണ്ടിയും വിളിച്ചിങ്ങോട്ട് വന്നത്. ചേച്ചിക്ക് മോനിവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല മോളെ,
ഇപ്പൊ ഒന്നുമില്ല. കുറച്ച് സമയത്തേക്ക് ഞങ്ങളൊക്കെ പേടിച്ചു, അത്രേ ഉള്ളൂ. ആ അല്ല, അച്ഛൻ നിന്നെ എന്താ വിളിച്ചു പറഞ്ഞേ? ചേച്ചിക്ക് ഇവിടെ എന്തോ അപമാനം നേരിടാൻ പോവുമെന്നും രഘുവേട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെന്നും എത്രയും പെട്ടെന്ന് ലംബോദരണങ്ങളെയും കൂട്ടി ഇവിടേക്ക് വരണം എന്നൊക്കെ അച്ഛൻ പറഞ്ഞു. അച്ഛൻ രാവിലെ എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു സൂചന തന്നിരുന്നതാ. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആരാനു ഇവിടെ ഒന്ന് ഇനി അപമാനിക്കാൻ ശ്രമിച്ചത്? നമുക്ക് വേണേ ഇപ്പൊ തന്നെ പോയി പോലീസിൽ പരാതി കൊടുക്കാം. അതൊന്നും വേണ്ട അങ്കിൾ. കുഴപ്പമുണ്ടാക്കാൻ വന്നവരൊക്കെ സ്വന്തം ആൾക്കാരായിരുന്നവരാ. ദൈവം സഹായിച്ച് എനിക്ക് പരിക്കൊന്നും ഉണ്ടായില്ല. അപമാനിക്കപ്പെട്ടത് അവര് തന്നെയാ. ഇന്ദ്രേട്ടന്റെ അമ്മ കൊടുത്ത കൊട്ടേഷൻ ആയിരിക്കും അല്ലേ ചേച്ചി? ഏയ് അതൊക്കെ പോട്ടെ. അച്ഛൻ വിളിച്ചത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായില്ലേ അങ്കിൾ? ബുദ്ധിമുട്ടോ? ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ അനു? ഞങ്ങളല്ലേ ചിരുവിനെ ഇവിടുന്ന് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയത്. അതുകൊണ്ടല്ലേ അനു മോൻ ഇവിടെ തനിച്ചായത്. എന്നെ അപമാനിക്കാൻ നടക്കുന്നവർക്ക് അതൊന്നും ഒരു കാരണമല്ലല്ലോ അങ്കിളെ. ചീരു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇതിലും വലിയ അക്രമം ഇവിടെ കാണിച്ചേനെ ചിലപ്പോ. എന്തായാലും നിങ്ങൾ ഇപ്പൊ വന്നത് എനിക്കൊരു ആശ്വാസം തന്നെയാ. ചീരു, ഇന്ന് മക്കളെ ലതികാന്റെ നോക്കിക്കോളും, നീ തിരിച്ചു പോണ്ട. ഞാൻ ചേച്ചിയുടെ കൂടെ നിൽക്കാൻ തന്നെയാ വന്നത്. മക്കൾ അമ്മയുടെ അടുത്ത് സുരക്ഷിതരാ. പിന്നെ അങ്കിളും അവിടെ ഉണ്ടല്ലോ. അതെ, അവരുടെ കാര്യോർത്ത് ഒരു ടെൻഷനും വേണ്ട. ആർച്ചമോളെയും ഭദ്രമോളെയും ഞങ്ങൾ പൊന്നുപോലെ നോക്കും. എന്നാ പിന്നെ അങ്കിൾ ഇപ്പൊ തന്നെ തിരിച്ചു പോയിക്കോ. അവിടെ ആന്റിയും മക്കളും തനിച്ചല്ലേ. ഇവിടെ ഇനി വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അനു. ഞാൻ വേണേ രഘുവിനും ദാസാറിനെ വിളിച്ച് പറയാം. അയ്യോ വേണ്ട, ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. പ്രശ്നങ്ങളൊക്കെ തീർന്നു. ചേച്ചി അച്ഛനെ അറിയിച്ചോ? അച്ഛനുമായി സംസാരിക്കായിരുന്നു, അപ്പോഴാ നിങ്ങൾ വന്നത്. എങ്കിൽ പിന്നെ സാരല്ല, അങ്കിള് പോയിക്കോ. ഞാൻ നാളെ അമ്മയെ വിളിക്കാം. ശരി മോളെ, പോയിട്ട് വരാനു. ശരി അങ്കിൾ. വരട്ടെ മോളെ. ആരുടെ ഫോണാ ചേച്ചി അത്? ആ ഫോണിങ്ങ